നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അതായത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പതാക ഉയർത്തുമ്പോൾ വി.ഡി. സതീശൻ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കേട്ടോ, ആ പ്രതികരണത്തിന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തുകൊണ്ട് കെ.ടി. ജലീലും രംഗത്ത് വന്നു. എന്തായാലും നമുക്ക് രണ്ടുപേരും പ്രതികരണം നോക്കാം. ആദ്യം ഈ പറയുന്ന എസ് സുരേഷ് പറഞ്ഞതൊന്നും നോക്കാം. എസ് സുരേഷ് ഇങ്ങനെയാണ് പറഞ്ഞത്: സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം പാടണോ എന്ന കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന വി.ഡി. സതീശന് ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല. വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരീഅത്ത് നിയമവുമല്ല. കേരളത്തിന്റെ മതേതര മനസ്സ് ഈ വർഗീയ സർക്കാരിനെ തള്ളിക്കളയും എന്നാണ് പറഞ്ഞു. കേട്ടോ, അതിന് കെ.ടി. ജലീൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഈ സുരേഷിന്. ഇങ്ങനെയാണ് പറയുന്നത്: എന്ത് വിവരം അറിയും? ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? വിരട്ടലും ഭീഷണിയും ഒന്നും കേരളത്തിൽ വേണ്ട. വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിലെ ആദ്യത്തെ 2 പാരകൾ വേണ്ടവർക്ക് ചൊല്ലാം. മുഴുവൻ ചൊല്ലണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാം. ദേശീയഗാനം തന്നെയാണ് മുഖ്യം. വന്ദേമാതരത്തെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമാണ് കുറ്റകരം. ബഹുദൈവ ആരാധന കടന്നു വരുന്ന വരികൾ ചൊല്ലാം. ഏകദൈവ വിശ്വാസികൾക്ക് കഴിയില്ല, അവരെ നിർബന്ധിച്ച് അത് ചൊല്ലിക്കാനും കഴിയില്ല എന്നാണ് എന്തായാലും കെ.ടി. ജലീൽ പറഞ്ഞത്. കേട്ടോ, എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് സുരേഷിന് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു കോമഡി കൂടിയുണ്ട്. ജനം ചാനൽ അപ്പൊ തന്നെ ഒരു കാർഡ് ഇറക്കുകയാണ്. കാർഡിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: വന്ദേ മാതരത്തെ നിങ്ങൾ ബഹിഷ്കരിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കും. വന്ദേ മാതരം ആലപിക്കാത്ത പരിപാടികൾ ബഹിഷ്കരിച്ച് ജനം ടി.വി എന്ന്. ഇതിലും വലിയൊരു കോമഡി ഇന്നത്തെ ദിവസം കാണാനും കേൾക്കാനും ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ജനം ചാനലൊക്കെ സംഘികൾ പോലും കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ജനം ചാനലിൽ എനിക്ക് ഒന്ന് 4-3-7 റിപ്പോർട്ടറും ക്യാമറമാനും ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അവര് വലിയ രീതിയിലുള്ള ഡയലോഗ് അടിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നു. എന്തായാലും നമ്മുടെ വി.ഡി. സതീശൻ സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവരും അതിശയിപ്പിക്കുന്നുണ്ടാവും അല്ലെ. അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച വി.ഡി. സതീശന്റെ സർക്കാർ എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ നിർബന്ധമായും വന്ദേമാതരം പാടണമെന്ന് പറഞ്ഞിട്ട് പാടിയില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേര്, ഒരൊറ്റ മുന്നണി: പിണറായി വിജയൻ, LDF. ഇതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ഈ നിലപാട് എന്തായാലും നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ രംഗത്തേക്ക് വന്നപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന ആർജവത്തോടെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും തോന്നൽ ഈ സർക്കാരിനുണ്ടെങ്കിൽ അതൊക്കെ 4ആയിട്ട് മടക്കി പോക്കറ്റിൽ ഇട്ടാൽ മതി എന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് LDF നടത്തിയത്. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും വി.ഡി. സതീശൻ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതും അതുകൊണ്ട് തന്നെയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നോക്കണേ, ഇതിപ്പോ അങ്ങ് പൂർണ്ണമായി ആലപിക്കണം എന്നുള്ളത് ആരുടെ പിടിവാശിയാണ്? സംഘ് പരിവാറിന്റെയും ഒപ്പം ബി.ജെ.പിയുടെയും പിടിവാശിയാണ്. ആ പിടിവാശിക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന് എന്തായാലും കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് പറയുന്നത്, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ കേരളമുള്ളൂ എന്ന് പറയുന്നത്. ഇടതുപക്ഷം ഇല്ല എന്ന് വിചാരിക്കുക, LDF ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിച്ചുവെന്നേ. എന്താണ് കാരണം? പ്രതിപക്ഷത്തിരിക്കുന്നത് BJP ആണ്. ഇവിടെ LDF ഇരിക്കുമ്പോൾ പേടിയുണ്ട്. എന്തുകൊണ്ട്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ, RSSനെതിരെ പടവെട്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ളതാണല്ലോ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തൊരു സർക്കാർ ഉണ്ടായിരുന്നു. അത് LDF സർക്കാരായിരുന്നു. അത് ആ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സർക്കാർ ഉണ്ടായിരുന്നു. അത് LDF സർക്കാരായിരുന്നു. നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടു. CJP ജന്തർ മന്ദറിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള സമരവുമായി രംഗത്തേക്ക് വന്നപ്പോൾ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ആദ്യം രംഗത്തേക്ക് വന്നത് ആരാണ്? പിണറായി വിജയനാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് ആരാണോ? പ്രതിപക്ഷ നേതാവാണ് അല്ലെ. അതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ പല രീതിയിലുള്ള നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, മുഖ്യമന്ത്രിയേക്കാൾ മികച്ച നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് അവരുടെ പാർട്ടിയുടെ നിലപാടും അതാണ് ഒരു പാർട്ടിയുടെ ഒരു മികച്ച ഒരു നിലപാട് എന്നുള്ളതാണ്. ആ നിലപാടില്ലായ്മയാണ് ഇന്ന് കോൺഗ്രസിനെ എവിടേക്കോ കൊണ്ടുപോയി എത്തിക്കുന്നത്. നോക്കൂ, കോൺഗ്രസ് നിലവിൽ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. ആരെ പേടിച്ചാണ്? കേന്ദ്ര സർക്കാരിന് ഭയന്ന് തന്നെയാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആലപിക്കുമോ? അതൊരു ദേശീയ വാർത്തയാകുമെന്ന് പൊതുവെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗയ്ക്കൊക്കെ അറിയില്ലേ?
അറിയാം. എന്നിട്ടും അവർ അത് പാടിയെങ്കിൽ ആരെ പ്രീതിപ്പെടുത്താനാണ്? കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്, കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, നരേന്ദ്രമോദി സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം, ഈ വി ഡി സതീശൻ സർക്കാർ BJPക്ക് അനുകൂലമായ രീതിയിലുള്ള പല പ്രതികരണങ്ങളുമാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടുകളും ഇവിടെ നടപ്പിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. PM ശ്രീയിൽ അടക്കം നമ്മൾ കാണുകയാണ്. PM ശ്രീ അടക്കം നടപ്പിലാക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് PM ശ്രീ ഒക്കെ നടപ്പിലാക്കുമ്പോൾ, അതായത് ഗാന്ധി എങ്ങനെ മരിച്ചു എന്ന് കുട്ടികൾ പഠിക്കില്ല, അപ്പോൾ ഗോഡ്സേനെ പറ്റിയും പഠിക്കേണ്ടവരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? RSSനെ പറ്റിയും പിള്ളേര് പഠിക്കില്ല. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയത്തിലേക്ക് പിള്ളേർ ആകർഷിക്കാൻ ഇടയാകും. അപ്പൊ അതിനുവേണ്ടിയാണ് PM ശ്രീ നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ PM ശ്രീ ഇവിടെ നടപ്പിലാക്കാൻ VD സതീശന്റെ സർക്കാർ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ പലതും നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന VD സതീശനെ നമ്മൾ കണ്ടുവല്ലേ? നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെ ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി VD സതീശനെ നമ്മൾ കണ്ടുവല്ലേ? അങ്ങനെ പല 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 വിഷയങ്ങളിൽ നമുക്ക് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാറിന്റെ BJPയുടെ നിലപാടുകളും ഒക്കെയായി നല്ല സാമ്യം നമുക്ക് തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർക്ക് എത്ര വട്ടം ചോദിക്കേണ്ടി വന്നു. പലവട്ടം ചോദിച്ചപ്പോഴും അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല. അത് പൂർണ്ണമായിട്ട് ആലപിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും മാധ്യമ പ്രവർത്തകരോട് അപ്പൊ തന്നെ പറയില്ലേ, ഇല്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് ആലപിക്കില്ല എന്ന്. എന്നാൽ ആലപിക്കില്ല എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? മറിച്ച് ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാനെ അതിവിടെ പൂർണ്ണമായും ആലപിക്കില്ല, 2 വരികൾ മാത്രമേ ആലപിക്കൂ എന്ന്, അല്ലെ, ഈരടികൾ മാത്രമേ ആലപിക്കൂ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിലപാടുകൾ പണയം വെച്ച ന്യായീകരണങ്ങളുടെയും നിലപാടില്ലായ്മയുടെയും ഒക്കെ ഒരു രാജകുമാരനെയാണ് നമ്മൾ ഇപ്പോൾ ആ കസേരയിൽ കാണുന്നത്. അതെ, VD സതീശൻ അങ്ങനെയാണ്. അപ്പൊ VD സതീശനെ വിറപ്പിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ്. അവർക്ക് മനസ്സിലായിരിക്കുന്നു. എങ്ങനെ മനസ്സിലായിരിക്കുന്നു? ഞങ്ങൾക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഓടിക്കളിക്കുന്ന ചാടിക്കളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുള്ളത്. നോക്കൂ, ഇവരുടെ തന്നെ ശിങ്കടികളല്ലേ ഇപ്പോൾ VD സതീശനെ കാണാൻ പോകുന്നത്. ശശികല കാണാൻ പോകുന്നു, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കാണാൻ പോകുന്നു, തുഷാർ വെള്ളാപ്പള്ളി പോയിട്ട് മാലയിട്ട് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ഷാജസ് കറിയെ പോലുള്ള ആളുകൾ പോയി ചർച്ച നടത്തുന്നു. അങ്ങനെ നമ്മൾ നിരവധി കാഴ്ചകൾ കാണുകയാണല്ലോ. TG മോഹൻദാസിനെ പോലുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പഴുതുകൾ അതിൽ തന്നെ ഒപ്പിച്ച് കൂട്ടിക്കൊടുക്കുന്നു. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരണം രേഖപ്പെടുത്തിയത് ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ടാണ് VD സതീശൻ സർക്കാർ പൂർണ്ണമായും ആലപിക്കാതിരുന്നത് വന്ദേമാതരം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ മാധ്യമങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളുടെയൊക്കെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിന്നാനേ, നമ്മൾ അപമാനിക്കപ്പെട്ടാനേ കേരളം. പക്ഷെ അങ്ങനെ കേരളത്തെ അപമാനിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷം ഈ നാട്ടിൽ വേണം, പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകണമെന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാൽ VD സതീശൻ കണ്ട വഴി ഓടേണ്ടി വരും എന്നുള്ളതാണ്. VD സതീശനും VD സതീശന്റെ പാർട്ടിയും ജനങ്ങളോട് പറഞ്ഞത് മുഴുവനും കള്ളമായിരുന്നുവെന്ന് 2 മാസം കൊണ്ട് ഈ VD സതീശനിലൂടെ തന്നെ കണ്ടിരിക്കുന്നു. ആരാണ് സംഘപരിവാറിനെതിരെ BJPക്കെതിരെ പൊരുതാൻ കരുത്തനായിട്ടുള്ള നേതാവ് എന്നുള്ള കാര്യം കൂടി VD സതീശനിലൂടെ തന്നെ മനസ്സിലായിരിക്കുന്നു. അതെ, അത് പിണറായി വിജയനാണ്. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ VD സതീശനും സതീശന്റെ പാർട്ടിയും നേരിടാൻ പോകുന്ന തോൽവി ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.